ഭീതിയിൽ ഇടുക്കി മൂന്നാർ. പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. ആനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകരുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വഴിയോര കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. ഗേറ്റ് തകർത്തകത്ത് കടന്ന കാട്ടാനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറും ആക്രമിച്ചു. രാത്രി ഒരു 12:30 മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന് മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. ഈ ആന മാറിയതിന് ശേഷമാണ് ഈ ഫ്രണ്ടിൽ വന്നാലേ എനിക്ക് റേഞ്ച് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇവരെ ഞാൻ വിളിച്ചു, RRTനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1:30 ആയപ്പോഴാണ് ഈ ആന ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് പുറത്തോട്ട് പോയി റോട്ടിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ഇവര് വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ മേലെ റോട്ടിൽ വെച്ച് പടക്കം പൊട്ടിച്ച് എന്തോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമലപ്പേട്ട പാതയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരിവാരപ്പാലത്തിന് സമീപം 2 വഴിയോര കടകൾ നശിപ്പിച്ചു. കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ, ചോളം തുടങ്ങിയവ അകത്താക്കി. പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാട് വിട്ടിറങ്ങുന്നത് വൻ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.